പ്രീ മാരേജ് കോഴ്സ് കൂടിയതിന് ശേഷം വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. എത്ര ദിവസത്തെ കോഴ്സായിരുന്നു അത് 2-3 ദിവസത്തെ കോഴ്സ്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഓർക്കുമ്പോ എത്ര വർഷത്തിന് മുമ്പുള്ള സംഭവം ഇത്? 28 വർഷത്തിന്. 28 കൊല്ലം ഓർമ്മയെ പോലും കാണത്തില്ലല്ലേ? നമ്മൾ രണ്ടുപേരും 2 സാഹചര്യത്തിൽ ജീവിച്ചു വന്നവരാണ്. അപ്പോ 2 സാഹചര്യം കൂടി വരുമ്പോഴത്തേക്ക് അത് ഒന്ന് ഇണങ്ങി ചേരുവാനായിട്ട് കുറച്ച് സമയം വേണം. ഒരു ചെടി നട്ട് കൊണ്ടുപോയിട്ട് പിടിപ്പിക്കണമെങ്കിൽ അതിന് വെള്ളം ഒഴിച്ച് അതിനെ കുറെ പരിചരിച്ചെങ്കിൽ മാത്രമേ അതിന് വളരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു സമയം ഒരിക്കലും ആരും സമൂഹം കുടുംബം ഒന്നും ആർക്കും കൊടുക്കാറില്ല. നമ്മൾ പരിപൂർണത നമ്മളെക്കാളും ബെറ്റർ ആണ് നമ്മുടെ പങ്കാളി. എന്റെ സംശയം അറിയോ, 10-18 കൊല്ലമായിട്ട് അച്ഛൻ സമയം മൊത്തം കളയാ, വേസ്റ്റായോ അച്ഛോ? ഇതിപ്പോ എനിക്കിതിനോട് യോജിക്കുന്നു, നിങ്ങളോട് പറയുന്നതിനോട് മുഴുവനും യോജിക്കുന്നു. പ്രീ മാരേജ് കോഴ്സ്, MPC മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ്, അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോ ഇപ്പൊ നമ്മളൊരു മെഷീൻ വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാങ്ങിക്കുമ്പോ അതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് തോന്നിയാൽ അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടിച്ചേരലാണെങ്കിലും പ്രണയവിവാഹമാണെങ്കിലും എല്ലാത്തിനും ഒരു ഗൈഡ് ലൈൻസ് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ആ ഗൈഡ് ലൈൻസിന് അത് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ കൂടിച്ചേരൽ ജീവിതമാണെങ്കിലും പ്രണയ ജീവിതമാണെങ്കിലും അതില് ഇമ്മെച്യൂരിറ്റി എല്ലാ മനുഷ്യരിലും തോന്നുന്നത്. 18 വർഷമായിട്ട് ഈ പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഞാൻ 33 വർഷമായി വിവാഹം കഴിച്ചിട്ട്. എന്റെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ല. പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. വെരി ഗുഡ്. കുടുംബ കോടതികൾ നിലവിൽ വന്നത് 984 മുതൽ 2011 വരെയുള്ള കാലങ്ങളിലാണ് പല സ്റ്റേറ്റുകളിലായിട്ട് കുടുംബ കോടതി വന്നത്. 35 ഈ കൗൺസിലിംഗ് കൊണ്ട് എന്തു ഗുണമുള്ളത്? 3050 പേര് 14-ാമത്തെ വയസ്സിൽ പണ്ട് വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ ഇന്ന് 27 വയസ്സായി എന്റെ മകൾക്ക് വിവാഹം കഴിക്കുന്നില്ല. എന്താ കാരണം? അവർ പറയുന്നത് ആരെ വിശ്വസിച്ച് എങ്ങനെ വിവാഹം കഴിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്താ വെച്ചാൽ ഈ സമൂഹത്തിൽ നടക്കുന്നത് തന്നെ കാരണം. അച്ഛൻ പറഞ്ഞു റോൾ മോഡൽ ആയിട്ടുള്ള അച്ഛനും അമ്മയുമാണ് ഏറ്റവും വലിയ ട്രെയിനർ. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ. ആവശ്യമില്ല. അച്ഛനും അമ്മയും ട്രെയിനിങ് ചെയ്താൽ പോരെ? ബേബി സെന്ററിൽ പഠിപ്പിച്ചാൽ മതി. ബേബിയായി പോവും കുട്ടി.